ചാപ്റ്റർ 4 ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എററിൻ്റെ 4ാമത്തെ പാർട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ നമ്മൾ 5 മാർക്സിന് ചോദിച്ച ക്വസ്റ്റ്യനുകളിലേക്കാണ് പോകുന്നത്. 7ഓളം ക്വസ്റ്റ്യനാണ് നമുക്ക് ഇവിടെയും ഡിസ്കസ് ചെയ്യാനുള്ളത്. തൊട്ട് മുൻപ് 3 മാർക്കിൻ്റെ ഭാഗം നമ്മൾ പറഞ്ഞിരുന്നു, 4 മാർക്കിൻ്റെ പറഞ്ഞിരുന്നു. അതിന് മുൻപത്തെ വീഡിയോയിൽ 3 മാർക്സിൻ്റെ 2 ക്വസ്റ്റ്യനും ചർച്ച ചെയ്തിരുന്നു. ഇവിടെ ഇതാദ്യമായിട്ട് എററിൻ്റെ 4th പാർട്ട് കേൾക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ മുൻപുള്ള പാർട്ടുകൾ കേട്ട് ഇങ്ങോട്ട് വരണം. അപ്പോഴേ നിങ്ങൾക്ക് ക്ലിയർ ആവും. നമ്മളിത് ഓൾറെഡി ഇതേപോലെയുള്ള പല കേസസും നമ്മൾ 4 മാർക്കിൻ്റെ ഭാഗം പറഞ്ഞപ്പോഴും ഡിസ്കസ് ചെയ്തതാവും. ആ ഭാഗങ്ങൾ നമ്മൾ അത്ര സമയം എടുക്കില്ല, സ്പീഡിൽ പറഞ്ഞു പോകുന്നതായിരിക്കും. ക്ലിയർ? ഓക്കെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് 5 മാർക്കിൻ്റെ 2013 ചോദിച്ചാണ്. ഫ്രം ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് എറർ ആണ്. സിമ്പിളാണ്. ജേണൽ ദാറ്റ് മീൻസ് റെക്ടിഫൈ ചെയ്യാനുള്ള എൻട്രി ഒന്നും നമ്മൾ എഴുതണ്ട. നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്തുമാത്രമാണ്, ഏത് തരത്തിലുള്ള എററാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രം മതി. എ പറയുന്നത് വേജസ് പെയ്ഡ് മേക്കിംഗ് അഡീഷൻ ടു മിഷനറി 100 വാസ് ഡെബിറ്റഡ് ടു വേജസ് അക്കൗണ്ട് ആണ്. ശരിക്കും വേജസ് മിഷനറിയിൽ അഡീഷന് വേണ്ടി വന്നതാണ്. അത് മിഷനറി എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ കറക്റ്റായി എൻട്രി എഴുതേണ്ടത് മിഷനറി അക്കൗണ്ട് അപ്റ്റഡ് ടു ക്യാഷ് ആണ്. പക്ഷേ ഇവർ വേജസ് അക്കൗണ്ട് അപ്റ്റഡ് ടു ക്യാഷ് എഴുതിയിട്ടുണ്ട്. മിഷനറി എന്നുള്ള ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അസറ്റിനെ നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കാം. അതേപോലെ എക്സ്പെൻസിനെ നമുക്ക് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കാം. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് അല്ലെങ്കിൽ അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ഒന്നിനെ ഇവിടെ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്തിരിക്കുകയാണ്. അത് അക്കൗണ്ടൻസിയുടെ പ്രിൻസിപ്പിളിനെതിരാണ്, എറർ ഓഫ് പ്രിൻസിപ്പിളാണ് അത് വരുന്നത്. ബി പറയുന്നത് സെയിൽസ് അക്കൗണ്ട് വാസ് ഗിവൺ ആൻ എക്സസ് ക്രെഡിറ്റ് ബൈ 1600. നമുക്കറിയാം സെയിൽസ് ഒരു ഇൻകമാണ്, ഇൻകത്തിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. എക്സസ് ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ 1600 രൂപ ക്രെഡിറ്റിൽ കൂടുതൽ കാണിച്ചിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈമിൽ തന്നെ റെൻ്റ് അക്കൗണ്ട് വാസ് ടോട്ടലി ഷോർട്ട് ബൈ 1600. അഥവാ ഒരു ക്രെഡിറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, കൂട്ടി കാണിച്ചിട്ടുണ്ട്, ഒരു ഡെബിറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് കാണിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? യെസ്. ഇവിടെ ആൻ എക്സസ് ക്രെഡിറ്റ് ബൈ 1600. അപ്പോൾ ഒരു ക്രെഡിറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, കൂടുതലും, ഒരു ഡെബിറ്റ് എന്താണ്, കുറവാണ്. ഇത് കോമ്പൻസേറ്റിംഗ് എറർ ആയിട്ടാണ് നമ്മൾ പറയാം. ഓക്കെ അല്ലേ? ഒരു തെറ്റ് മറ്റൊരു തെറ്റിന് എന്ത് ചെയ്യാണ്, തിരുത്തുന്ന സിറ്റുവേഷൻ. അടുത്തത് എ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് 10,000 ഫ്രം മഞ്ജു ഏജൻസി വാസ് നോട്ട് റെക്കോർഡഡ് അറ്റ് ഓൾ. നോട്ട് റെക്കോർഡഡ് അറ്റ് ഓൾ എന്ന് പറയുമ്പോൾ എവിടെയും റെക്കോർഡ് ചെയ്തിട്ടില്ല, ഒമിറ്റ് ചെയ്തിരിക്കുകയാണ്. എറർ ഓഫ് ഒമിഷൻ ആണ് പറയുന്നത്. കംപ്ലീറ്റ് ഒമിഷൻ എന്ന് നമുക്ക് പറയാം. ഡി പറയുന്നത് ക്രെഡിറ്റ് സെയിൽ ഓഫ് 5,000 വാസ് എൻറ്റേർഡ് ഇൻ ദി സെയിൽസ് ബുക്ക് ആസ് 50,000 ആണ്. ക്രെഡിറ്റ് സെയിൽ ഉള്ളത് 5,000 ആണ്. അത് സെയിൽസ് ബുക്കിലേക്ക് എഴുതുമ്പോൾ എത്രയായിട്ട് എഴുതി, 50,000. എറർ ഓഫ് കമ്മീഷൻ ആണ്. നമ്മൾ പറഞ്ഞു റോങ് എമൗണ്ട് റോങ് അക്കൗണ്ടിലേക്ക് റോങ് സൈഡിലേക്കൊക്കെ എഴുതുമ്പോൾ അത് ഏതായിട്ട് പരിഗണിക്കാം, എറർ ഓഫ് കമ്മീഷൻ. ഈ പറയുന്നത് പർച്ചേസ് ഓഫ് 2,000 ഫ്രം ലെക്സി ട്രേഡേഴ്സ് വാസ് നോട്ട് റെക്കോർഡഡ് ഇൻ ദി പർച്ചേസ് ഡേ ബുക്കിൽ എന്ത് ചെയ്തിട്ടില്ല, റെക്കോർഡ് ചെയ്തിട്ടില്ല. അത് എറർ ഓഫ് ഒമിഷൻ ആണ്. സിമ്പിളാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ട്രയൽ ബാലൻസ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ടു ചെക്ക് ദ അരിതമെറ്റിക്കൽ ആക്യുറസി ഓഫ് ബിസിനസ്. ശരിയാണോ? ശരിയാണ് അല്ലേ? നമ്മൾ പറഞ്ഞിരുന്നു ട്രയൽ ബാലൻസ് പഠിച്ചപ്പോൾ ഇറ്റ് ഈസ് ടു ചെക്ക് ദ അരിതമെറ്റിക്കൽ ആക്യുറസി ഓഫ് ബിസിനസ്. നെയിം എനി 2 ടൈപ്പ് ഓഫ് എറർ വിച്ച് കനോട്ട് ബി ഡിസ്ക്ലോസ്ഡ് ത്രൂ ദി സ്റ്റേറ്റ്മെന്റ്. ട്രയൽ ബാലൻസ് ടാലി ആയി എന്നാലും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത എററുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രയൽ ബാലൻസിൻ്റെ എഗ്രിമെൻറ്റിനെ എഫക്റ്റ് ചെയ്യാത്ത എററുകൾ. എറർ ഓഫ് പ്രിൻസിപ്പിൾ പറയാം, കംപ്ലീറ്റ് ഒമിഷൻ പറയാം, കോമ്പൻസേറ്റിംഗ് എറർ പറയാം. ഓക്കെ അല്ലേ? യെസ്. ഇവിടെ ഏതാ പറഞ്ഞില്ല, എറർ ഓഫ് പ്രിൻസിപ്പിളും കോമ്പൻസേറ്റിംഗും കൂടെ പറഞ്ഞിട്ടുണ്ട്. ബി റെക്ടിഫൈ ദ ഫോളോയിങ് എറർ. 3 കേസസിൽ റെക്ടിഫൈ ചെയ്യാനാണ് പറയുന്നത്. ഒന്നാമത് പറയുന്നത് ഏതാ, ഓഫീസ് ഫർണിച്ചർ. ഈ ക്വസ്റ്റ്യൻ അടുത്ത പേജിലേക്ക് വന്നത് നമ്മുടെ സ്ഥല പരിമിതി കൊണ്ടാട്ടോ, നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ. അപ്പോൾ എ പറയുന്നത് നെയിം ഓഫ് 2 ടൈപ്സ് ഓഫ് അങ്ങനെ പറഞ്ഞ് ഇനി റെക്ടിഫിക്കേഷൻ എൻട്രി ബി ആണ് ചർച്ച ചെയ്യുന്നത്. നമ്പർ 1 ഓഫീസ് ഫർണിച്ചർ പർച്ചേസ് 5,000 വാസ് പോസ്റ്റ് ടു ദ പർച്ചേസ് അക്കൗണ്ട്. ഓക്കെ അല്ലേ? ഇതിൻ്റെ കറക്റ്റ് എൻട്രി എന്താ, ഓഫീസ് ഫർണിച്ചർ മേടിച്ചാൽ ഫർണിച്ചർ അക്കൗണ്ട് അപ്റ്റഡ് ടു ക്യാഷ്. റോങ് എൻട്രി എന്താ, പർച്ചേസ് അക്കൗണ്ട് അപ്റ്റഡ് ടു ക്യാഷ്. റെക്ടിഫൈ എന്ന എൻട്രി എന്താ, ഫർണിച്ചർ അക്കൗണ്ട് അപ്റ്റഡ് ടു പർച്ചേസ്. ക്ലിയർ അല്ലേ? യെസ്. ക്ലിയർ അല്ലാത്തവരെന്ത് ചെയ്യുക, റോങ് എൻട്രി കറക്റ്റ് എൻട്രി എഴുതുക. ഒന്നുകൂടെ പെർഫെക്ഷൻ വേണമുള്ളവർ തൊട്ട് മുൻപത്തെ പാർട്ട് 3 കണ്ടതിന് ശേഷം മാത്രം ഇതിലേക്ക് വരാം. അടുത്തത് സെയിൽ 2000 വാസ് പോസ്റ്റഡ് 200 ആണ്.
2000 രൂപയുടെ സെയിൽസ് 200 രൂപയെ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി എത്ര രൂപയുടെ സെയിൽസ് എന്ത് ചെയ്യാം എഴുതാം, 1800 സെയിൽസ് എഴുതാം. ക്യാഷ് അക്കൗണ്ട് അപ് ടു സെയിൽസ് വളരെ ഈസി അല്ലേ. ശരിക്കും ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ക്യാഷ് സെയിൽ 2000 നടന്നു. ക്യാഷ് സെയിൽ 2000 നടന്നാൽ അതിൻ്റെ എൻട്രി ക്യാഷ് അക്കൗണ്ട് അപ് ടു സെയിൽസ് 2000 ആണ്. ഓക്കെ അല്ലേ, അവരാ ജേണൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ അവർ പോസ്റ്റ് ചെയ്തപ്പോൾ ക്യാഷിലേക്ക് ടു സെയിൽ എന്ന് പറഞ്ഞ് 200 എഴുതി, സെയിൽസിൽ ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് 200 എഴുതി. അപ്പോൾ ഇവിടെ ഇനി 1800 കുറവുണ്ട്. അപ്പോൾ 1800 ക്യാഷിലും പ്രശ്നമാണ്, സെയിൽസിലും എന്ത് ചെയ്തില്ല, റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ 1800 തുല്യമായിട്ടുള്ള ഒരു ജേണൽ എൻട്രി കൂടെ എഴുതിയിട്ട് പോസ്റ്റ് ചെയ്താൽ ആ പ്രശ്നം തീരും. അതാണ് ഇവിടെ ക്യാഷ് അക്കൗണ്ട് അപ് ടു സെയിൽസ് എന്ന് എഴുതിയിരിക്കുന്നത്. ലാസ്റ്റ് വൺ, ഗുഡ്സ് വിഡ്രോൺ ഇൻ ദി പ്രൊപ്പറേറ്റർ ഫോർ പേഴ്സണൽ യൂസ് വാസ് നോട്ട് റെക്കോർഡഡ് ഇൻ ദി ബുക്സ്. എറർ ഓഫ് ഒമിഷൻ ആണ്. ഡ്രോയിങ്സ് അക്കൗണ്ട് അപ് ടു പർച്ചേസ് ആണ്. ഗുഡ്സ് ആയതുകൊണ്ട് ഡ്രോയിങ്സ് അക്കൗണ്ട് അപ് ടു പർച്ചേസ്. സിമ്പിൾ. അടുത്ത, റെക്ടിഫൈ ദ ഫോളോയിങ് എറർ ബൈ പാസിംഗ് റെക്ടിഫൈങ് എൻട്രി. നമ്മൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യനുകളിൽ നിന്ന് കുറച്ച് ട്വിസ്റ്റ് ഉള്ളതാണ്, ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ നന്നാവും. ഫസ്റ്റ് കേസ് പറയുന്നത് എന്താ, സെയിൽസ് ടു സുനിൽ. എത്ര രൂപയുടെ സെയിൽസാണ് നടന്നുള്ളത്, 143. പോസ്റ്റഡ് ടു ഹിസ് അക്കൗണ്ട് ആസ് 134. അപ്പോൾ സെയിൽസ് ടു സുനിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. സെയിൽസ് ടു സുനിൽ എത്രയാണ്, 143. പോസ്റ്റ് ചെയ്തുള്ള എത്ര ആയിട്ടാണ്, 134 ആയിട്ടാണ്. 143 സെയിൽ ചെയ്തിട്ടുള്ള സുനിലിന്. അപ്പോൾ എൻട്രി എന്താ വരിക, സുനിൽ അക്കൗണ്ട് അപ് ടു സെയിൽസ് കറക്റ്റാണ് എൻട്രി. പോസ്റ്റ് ചെയ്തപ്പോൾ ഹിസ് അക്കൗണ്ട്, ആരുടെ അക്കൗണ്ടിൽ മാത്രമേ പ്രശ്നമുള്ളൂ, സുനിലിൻ്റെ അക്കൗണ്ടിൽ. നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ എറർ ഒരു സ്ഥലത്ത് പറഞ്ഞാൽ അവിടെ മാത്രമേ എറർ ഉള്ളൂ, മറ്റേ ഭാഗം പെർഫെക്റ്റാണ്. ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ ഇവിടുത്തെ അക്കൗണ്ടൻ്റ് സുനിൽ അക്കൗണ്ട് അപ് ടു സെയിൽസ് 143 എഴുതിയിട്ടുണ്ട്. ക്ലിയർ? ഓക്കെ. ഇനി അയാൾ സുനിൽ അക്കൗണ്ടിൽ 2 സെയിൽസ് എന്ന് എഴുതും, അതുപോലെ സെയിൽസ് അക്കൗണ്ട് ബൈ സുനിൽ എന്ന് എഴുതും. അതിൽ സുനിൽ അക്കൗണ്ടിൽ 2 സെയിൽസ് എന്ന് എഴുതിയിട്ട് അയാൾ എഴുതിയത് 134. ഓക്കെ അല്ലേ, ക്ലിയർ ആണോ? യെസ്. അപ്പോൾ കുറവുള്ള എമൗണ്ടിന് നമുക്ക് ഒരു എൻട്രി കൂടെ എഴുതേണ്ടി വരും. എന്താ, സുനിലിനെ ഇനി എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. സുനിലിന് 9 രൂപ കുറവുണ്ട് അല്ലേ, 143 134 തമ്മിലുള്ള ഡിഫറൻസ് ടു സസ്പെൻസ് ഞാൻ പറഞ്ഞു. അപ്പോൾ അല്ലാത്ത ഒരു സിംഗിൾ സൈഡ് എറർ വരുമ്പോൾ സസ്പെൻസ് അക്കൗണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ക്രെഡിറ്റ് ചെയ്ത് കളയാം. കാരണം സുനിൽ അക്കൗണ്ട് അപ് ടു സെയിൽസ് എന്ന് എഴുതാൻ കഴിയില്ല. അങ്ങനെ ഉണ്ടായാൽ എന്താ വരിക, ഇനിയും സെയിൽസ് അക്കൗണ്ടിൽ ബൈ സുനിൽ എന്ന് പറഞ്ഞ് എത്ര എഴുതും, 9 എഴുതും. സെയിൽസ് അക്കൗണ്ടിൽ 143 കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. എവിടെയാണ് തെറ്റ് വന്നിട്ടുള്ളത്, സുനിലിൻ്റെ അക്കൗണ്ടിൽ. അപ്പോൾ സുനിലിൻ്റെ അക്കൗണ്ട് മാത്രം ഡെബിറ്റ് ചെയ്താൽ മതി. പകരം അപ്പുറത്ത് കോമ്പൻസേറ്റ് ചെയ്യാൻ സസ്പെൻസ് അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്രെഡിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അടുത്ത് സെയിൽസ് ടു ശ്യാമാണ്, സാം 143 ഡെബിറ്റഡ് ടു ഹിസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ശ്രദ്ധിക്കണം. ബീയിങ് റെക്ടിഫൈങ് എൻട്രി ഫോർ സെയിൽസ് ടു സാം 143 വാസ് ഡെബിറ്റഡ് ടു ഹിസ് അക്കൗണ്ട് 1430. ഓക്കെ, ശ്രദ്ധിക്കണം. നമുക്കറിയാം സിറ്റുവേഷൻ എന്താ, സാമിന് സെയിൽ ചെയ്തു. അപ്പോൾ കറക്റ്റ് എൻട്രി എന്താണ്, സാം അക്കൗണ്ട് അപ് ടു സെയിൽസ് 143 തന്നെ അവർ ജേണലിൽ എഴുതിയെന്ന് അസ്യൂം ചെയ്യാം. വേണമെങ്കിൽ ഇതൊക്കെ എഴുതി വെക്കട്ടോ നിങ്ങൾക്ക്. ശരിക്കും അക്കൗണ്ടൻ്റ് എന്ത് എഴുതിയിട്ടുണ്ട്, സാം അക്കൗണ്ട് അപ് ടു സെയിൽസ് എന്ന് പറഞ്ഞ് 143 എഴുതിയിട്ടുണ്ടെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ ആണോ? യെസ്. ഇനി സാമിൻ്റെ അക്കൗണ്ടിൽ 2 സെയിൽസ് എന്ന് പറഞ്ഞിട്ട് എത്രയാണ് എഴുതേണ്ടത്, 143 പക്ഷെ അവരെത്രയാണ് എഴുതി പോയത്, 1430. അപ്പോൾ സാമിൻ്റെ അക്കൗണ്ടിൽ എക്സ്ട്രാ എത്ര ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്, 1430 എഴുതിയത്. ഇൻസ്റ്റെഡ് ഓഫ് ഏതെഴുതുന്നതിന് പകരം 143 എഴുതുന്നതിന് പകരം. അപ്പോൾ സാമിൻ്റെ അക്കൗണ്ടിൽ എക്സ്ട്രാ ഡെബിറ്റ് എടുക്കുന്നുണ്ട്. എത്രയാണ് ഡെബിറ്റ് കൊടുക്കുന്നത്, 1430 143 തമ്മിലുള്ള ഡിഫറൻസ് ആയ 1287 രൂപ ഈ പറയുന്ന സാമിൻ്റെ അക്കൗണ്ടിൽ എക്സ്ട്രാ ഡെബിറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യാനാണ് സാമിന് അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, 2 സാം എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ളത്. ഓക്കെ അല്ലേ, നമ്മൾ പറഞ്ഞു അപ്പുറത്ത് എന്ത് ചെയ്യുക, സസ്പെൻസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ എൻട്രി സസ്പെൻസ് അക്കൗണ്ട് അപ് ടു സാം. ക്ലിയർ? ഓക്കെ. നമുക്ക് അടുത്തതിലേക്ക് പോകാം. സി, സെയിൽസ് ടു പൗൾ എത്രയാണ് പറയുന്നത്, 143 ഡെബിറ്റഡ് ടു ഹിസ് അക്കൗണ്ട് എത്രയാണ്, 134. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഈ ഒരു സിറ്റുവേഷൻ. അഥവാ ശരിക്കും
സുനിലിൻ്റെ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയുള്ളത്, പൗളിൻ്റെയും സിറ്റുവേഷൻ ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, പൗൾ അക്കൗണ്ട് അപ്റ്റഡ് ടു സസ്പെൻസ് എന്ന് എഴുതി അവസാനിപ്പിക്കാം. ശരിക്കും പൗളിൻ്റെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടത് 143 ആ സ്ഥാനത്ത് 134 ഉണ്ട്. അപ്പോൾ 9 രൂപ ഇനിയും ഡെബിറ്റ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് പൗളിൻ്റെ അക്കൗണ്ടിനെ പിന്നെ നമുക്ക് ഡെബിറ്റ് ചെയ്യാൻ 9 ടു സസ്പെൻസ്. ദെൻ സെയിൽസ് ടു മിസ്റ്റർ റാം എത്രയാണ്, 143 പോസ്റ്റഡ് ടു രാമു അക്കൗണ്ടാണ്. വ്യത്യാസം ശ്രദ്ധിക്കണം, സെയിൽ ചെയ്തത് രാമിനാണ് 143, എവിടെയാണ് പോസ്റ്റ് ചെയ്തത്, രാമുവിൻ്റെ അക്കൗണ്ടിലാണ്. അപ്പോൾ രാംസ് അക്കൗണ്ട് അപ്റ്റഡ് ടു രാം എന്നാണ് 143. പ്രശ്നങ്ങളൊന്നുമില്ല, ഓക്കെ അല്ലേ, ക്ലിയർ അല്ലെങ്കിൽ ഒന്നുകൂടെ പറയാം. സെയിൽ ചെയ്ത് രാമനാണ് 143, ജേണൽ എൻട്രി രാം അക്കൗണ്ട് അപ്റ്റഡ് ടു സെയിൽസ് ആണ്. നോട്ട് ചെയ്യാം, കറക്റ്റ് എൻട്രി രാം അക്കൗണ്ട് അപ്റ്റഡ് ടു സെയിൽസ്. എന്നാൽ അവർ തെറ്റായിട്ട് രാമുവിൻ്റെ അക്കൗണ്ടിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ജേണൽ കറക്റ്റാണ് ചെയ്തിട്ടുള്ളത്, പക്ഷേ രാമിൻ്റെ അക്കൗണ്ടിൽ RAM രാമിൻ്റെ അക്കൗണ്ടിൽ 2 സെയിൽസ് എഴുതുന്നതിന് പകരം ഇവിടെ രാമുവിൻ്റെ അക്കൗണ്ടിൽ എന്ത് ചെയ്തു, 2 സെയിൽസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ ആ രാമുവിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അർത്ഥമാക്കുന്നത്. രാമുവിനെ ക്യാൻസൽ ചെയ്യാൻ ക്രെഡിറ്റ് ചെയ്യണം. ആരെ ശരിക്കും ഡെബിറ്റ് ചെയ്യണം, രാമിന്. അപ്പം എൻട്രി രാംസ് അക്കൗണ്ട് അപ്റ്റഡ് ടു രാമുസ് അക്കൗണ്ട്, വിച്ച് മീൻസ് രാമുവിൻ്റെ RAMU രാമുവിൻ്റെ, സ്പെല്ലിംഗ് പറയുന്നത് തെറ്റാതിരിക്കാനാണ്, രാമുവിൻ്റെ അക്കൗണ്ടിൽ തെറ്റായിട്ട് ഒരു ഡെബിറ്റ് കിടക്കുന്നുണ്ട്. അതിനെ ക്യാൻസൽ ചെയ്യാൻ അയാൾ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. ശരിക്കും രാമിൻ്റെ അക്കൗണ്ട് RAM രാമിൻ്റെ അക്കൗണ്ടിലാണ് എന്ത് വേണ്ടത്, കറക്റ്റ് ഡെബിറ്റ് വേണ്ടത്. അതാണ് ഈ എൻട്രി രാം അക്കൗണ്ട് അപ്റ്റഡ് ടു രാം. അവസാനം സെയിൽ ഓഫ് ഫർണിച്ചർ വാസ് ക്രെഡിറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട് ആണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞ ഒന്നാണിത്, അതുകൊണ്ട് സെയിൽസ് അക്കൗണ്ട് അപ്റ്റഡ് ടു ഫർണിച്ചർ ആണ്. നമ്മൾ പറഞ്ഞിരുന്നു കറക്റ്റ് എൻട്രി എന്താണ്, ക്യാഷ് അക്കൗണ്ട് അപ്റ്റഡ് ടു ഫർണിച്ചർ ആണ്. ഇവർ തെറ്റായിട്ട് എഴുതിയ എൻട്രി, റോങ് എൻട്രി, ക്യാഷ് അക്കൗണ്ട് അപ്റ്റഡ് ടു സെയിൽസ് ആണ്. അപ്പോൾ ക്യാഷിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. സെയിൽസ് ക്രെഡിറ്റ് ചെയ്തതിനെ ക്യാൻസൽ ചെയ്യാൻ ഡെബിറ്റ് ചെയ്യണം. അതാണ് ഇവിടെ സെയിൽസിന് ഡെബിറ്റ് ചെയ്തത്. ഫർണിച്ചറിന് അവർ ക്രെഡിറ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ ക്രെഡിറ്റ് ചെയ്യണം ടു ഫർണിച്ചർ. ഓക്കെ, അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ. Following errors are noticed in the books of accounts of a trader at the time of preparation of trial balance before final account. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ സമയത്ത് നമ്മൾ കണ്ട തെറ്റുകളാണ്. സെയിൽസ് ബുക്ക് വാസ് ഓവർ കാസ്റ്റഡ് ബൈ 300 ആണ്. 300 രൂപ സെയിൽസ് ബുക്ക് എന്തുണ്ട്, ഓവറായിട്ട് കാണുന്നുണ്ട്. നോക്കൂ, സെയിൽസ് ബുക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സെയിൽസ് ബുക്കിൽ നിന്നും പിന്നെ അടുത്തേക്ക് പോകുന്നത് എവിടേക്കാണ്, സെയിൽസ് അക്കൗണ്ടിലേക്കാണ്. അപ്പോൾ സെയിൽസ് അക്കൗണ്ടിൽ 300 രൂപ എക്സ്ട്രാ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനെ ക്യാൻസൽ ചെയ്യാൻ സെയിൽസ് ഇൻകമാണ്, ഇൻകം ക്രെഡിറ്റ് ആണ്. ആ ക്രെഡിറ്റ് കൂടുതലുണ്ടെങ്കിൽ അതിനെ ക്യാൻസൽ ചെയ്യാൻ ഡെബിറ്റ് ചെയ്യണം എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ സെയിൽസ് അക്കൗണ്ടിന് എന്ത് ഡെബിറ്റ് ചെയ്യണം. ആ ഡിഫറൻസ് എവിടെ എടുക്കുന്നുണ്ടാവും, സസ്പെൻസ് അക്കൗണ്ടിൽ ഉണ്ടാവും. അപ്പോൾ ടു സസ്പെൻസ് അക്കൗണ്ട് ആയിട്ട് നമുക്ക് എഴുതാം. കറക്റ്റിംഗ് എൻട്രി ഫോർ ഓവർ കാസ്റ്റിംഗ് സെയിൽസ് ബുക്ക്. ഓക്കെ, അടുത്ത് സാലറി 1500 പെയ്ഡ് വാസ് റോങ്ലി ഡെബിറ്റഡ് ടു വേജസ് അക്കൗണ്ട് ആണ്. സാലറി കറക്റ്റ് എൻട്രി എന്താ, സാലറി അക്കൗണ്ട് അപ്റ്റഡ് ടു ക്യാഷ് 1500. റോങ് ആയിട്ട് എഴുതിയത് എന്താ, വേജസ് അക്കൗണ്ട് അപ്റ്റഡ് ടു ക്യാഷ് 1500. റെക്ടിഫൈ ചെയ്യുന്ന എൻട്രി എന്താവും, സാലറി അക്കൗണ്ട് അപ്റ്റഡ് ടു വേജസ് ആണ്. സാലറി അക്കൗണ്ട് അപ്റ്റഡ് ടു വേജസ് ഞാൻ പറയുന്നുണ്ട്. പിന്നെയും റോങ് എൻട്രിയും കറക്റ്റ് എൻട്രിയും എഴുതിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഈ പറയുന്ന റെക്ടിഫൈങ് എൻട്രി എഴുതുക. എക്സാമിന് നിങ്ങൾക്ക് റെക്ടിഫൈങ് എൻട്രി മാത്രം മതിയാവും, പക്ഷേ ഇത് മാത്രം എഴുതണം എന്നുണ്ടെങ്കിൽ ആ എൻട്രിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വളരെ ഡെപ്ത് നോളജ് നിങ്ങൾക്ക് ഉണ്ടായേ മതിയാവുള്ളൂ. അടുത്ത് ഗുഡ് സോൾഡ് ടു കവിത വർത്ത് ₹2000 കംപ്ലീറ്റ്ലി ഒമിറ്റഡ് ടു ബി റെക്കോർഡഡ് ആണ്. അത് തീരെയും റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ സാധാരണ ഒരു എൻട്രി കംപ്ലീറ്റ് ഒമിഷൻ വന്നു കഴിഞ്ഞാൽ ആ എൻട്രി അങ്ങ് എഴുതിയാൽ മതി. ബീങ് കറക്റ്റിംഗ് എൻട്രി ഫോർ സെയിൽ ഓഫ് ഗുഡ്സ് ടു കവിത. അപ്പോൾ കവിത അക്കൗണ്ട് അപ്റ്റഡ് ടു സെയിൽസ് എന്നാണ് എൻട്രി. നിങ്ങൾ നോക്കൂ, കവിതയ്ക്ക് സെയിൽ ചെയ്തു 2000, അങ്ങനെ ഒരു എൻട്രി എഴുതിയിട്ടില്ല. ഇതിന് നമ്മൾ കംപ്ലീറ്റ് ഒമിഷൻ എന്നാണ് പറയുക. ഇത് ഏത് ടൈപ്പ് എററാണ്, കംപ്ലീറ്റ് ഒമിഷൻ. ഈ കംപ്ലീറ്റ് ഒമിഷൻ വന്ന 2000 റുപ്പീസിൻ്റെ എൻട്രി നമ്മളങ്ങ് എഴുതിയാൽ മതി. അതുതന്നെയാണ് അതിൻ്റെ റെക്ടിഫിക്കേഷൻ എൻട്രി. അടുത്ത നോക്കാം, ഡി. റെൻറ്റ് എമൗണ്ടിങ് ടു ₹1200 വാസ് റിസീവ്ഡ് ബട്ട് ഡെബിറ്റഡ് ടു റെൻ്റ് അക്കൗണ്ട് ആസ് 120. അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള എൻട്രി ക്യാഷ് അക്കൗണ്ട് അപ്റ്റഡ് ടു റെൻ്റ് എന്നാണ്, റെൻ്റ് റിസീവ്ഡ്. സത്യത്തിൽ ഇവർ ആ ജേണൽ എൻട്രി എഴുതിയിട്ടുണ്ടാവും, നമുക്ക് അസ്യൂം ചെയ്യാം. പക്ഷേ ഈ റെൻ്റ് റിസീവ്ഡിൽ കൊണ്ടുപോയിട്ട് എഴുതുന്നതിന്, പോസ്റ്റ് ചെയ്യുന്നതിന് പകരം പെട്ടെന്ന് ധൃതിയിൽ റെൻ്റ് അക്കൗണ്ടിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്.
റെൻ്റ് അക്കൗണ്ട്. റെൻ്റ് അക്കൗണ്ട് പറയുമ്പോൾ എക്സ്പെൻസ് ആണ്. റെൻ്റ് റിസീവ്ഡ് എന്ന് പറയുമ്പോൾ ഇൻകമാണ്. ഇൻകമായി ട്രീറ്റ് ചെയ്യേണ്ട 1200 റെൻ്റ് റിസീവ്ഡ് അക്കൗണ്ടിൽ കൊണ്ടുപോയിട്ട് എഴുതേണ്ടതായിരുന്നു. പക്ഷേ റെൻ്റ് റിസീവ്ഡ് അക്കൗണ്ടിൽ ഒന്നും എഴുതാതെ ധൃതി പിടിച്ച് അക്കൗണ്ടൻറ്റ് റെൻ്റ് അക്കൗണ്ടിൽ എന്ത് ചെയ്തു, 2 എന്ന് പറഞ്ഞിട്ട് എഴുതി, ക്യാഷ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ജേണൽ എൻട്രി കറക്റ്റ് ആട്ടാ, എന്താ ക്യാഷ് അക്കൗണ്ട് അപ് ടു റെൻ്റ് റിസീവ്ഡ്. പക്ഷെ പോസ്റ്റ് ചെയ്യുന്നിടത്താണ് പ്രശ്നം വന്നിട്ടുള്ളത്. റെൻ്റ് അക്കൗണ്ടിൽ 2 ക്യാഷ് എന്ന് പറഞ്ഞ് 120 രൂപ എഴുതി. സത്യത്തിൽ അങ്ങനെ റെൻ്റ് അക്കൗണ്ടിൽ ഒരു എക്സ്പെൻസ് ഉണ്ടോ? ഇല്ല. ആ എക്സ്പെൻസ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നമ്മൾ റെൻ്റ് അക്കൗണ്ടിന് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഇനി റെൻ്റ് റിസീവ്ഡ് ഇതുവരെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ റെൻ്റ് റിസീവ്ഡിന് എന്ത് ചെയ്യേണ്ടി വരും, ക്രെഡിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. ഡിഫറൻസ് ആ എമൗണ്ട്, ടോട്ടൽ എമൗണ്ട് സസ്പെൻസ് അക്കൗണ്ടിൽ എഴുതാം. അപ്പോൾ ഇവിടെ ഒരു എൻട്രി കാണാം. എൻട്രി 2 റെൻ്റ് എന്ന് എഴുതി 120. നിങ്ങൾക്ക് അതിന് നേരെ എഴുതാം. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? റോങ് ഡെബിറ്റ് ടു ദ റെൻ്റ് അക്കൗണ്ട് ക്യാൻസൽ ചെയ്യാനാണ്. ടു ക്യാൻസൽ അവിടെ എഴുതി വെക്കാം. ടു ക്യാൻസൽ റോങ് ഡെബിറ്റ് ടു റെൻ്റ് അക്കൗണ്ട്. കറക്റ്റ്. ഇനി റെൻ്റ് റിസീവ്ഡ് അക്കൗണ്ട് എന്താ, കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നെ എന്തായാലും 1200 ഉണ്ടാവണം. ഓക്കെ, എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റെൻ്റ് റിസീവ്ഡ് അക്കൗണ്ടിൽ ഇനി പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ 120 അതുപോലെ 1200 കൊണ്ട് നമ്മുടെ ട്രയൽ ബാലൻസിൽ വന്ന ഡിഫറൻസ് ആണ് എവിടെയൊക്കെ എടുക്കുന്നുണ്ടാവുക, സസ്പെൻസ് അക്കൗണ്ട്. അപ്പോൾ അത് സസ്പെൻസ് അക്കൗണ്ടിലേക്കും ചേർത്താം. ഓക്കെ, 5ാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കിവിടെ തന്നിട്ടുണ്ട്. ട്രാൻസാക്ഷൻ തന്നു, ടൈപ്പ് ഓഫ് എറർ തന്നു, റെക്ടിഫിക്കേഷൻ എൻട്രി. സെയിൽ ഓഫ് ഫർണിച്ചർ 700 ഹാസ് ബീൻ ക്രെഡിറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട് ആണ്. ഓക്കെ, ഇത് ഏതാണ്? എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണ് അല്ലേ. സെയിൽ ഓഫ് ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ റിസീപ്റ്റ് ആണ്. എഴുതി വെക്കാം, ക്യാപിറ്റൽ റിസീപ്റ്റ്. എന്നാൽ ക്രെഡിറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ, സെയിൽസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ സെയിൽസ് റവന്യൂ റിസീപ്റ്റ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ റിസീപ്റ്റ് ഉള്ള ഐറ്റത്തെ റവന്യൂ റിസീപ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണ്. ഇത് കറക്റ്റ് ചെയ്യാനുള്ള എൻട്രി സെയിൽ ഓഫ് അക്കൗണ്ട് അപ് ടു ഫർണിച്ചർ. നമ്മൾ കുറേ ഡിസ്കസ് ചെയ്തുള്ള ഭാഗം. അതേപോലെ മറ്റതും നമ്മുടെ അടുത്ത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. 6 എണ്ണം ഉണ്ട് ടോട്ടൽ. ഒരെണ്ണം അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ബാക്കി 5 എണ്ണത്തിനും ഓരോന്നിനും ഓരോ മാർക്കായിരിക്കും. സെയിൽ ഓഫ് ഗുഡ്സ് ടു രാജാറാം ഫോർ 2500 വാസ് പാസ്ഡ് ത്രൂ ദ പർച്ചേസ് ബുക്കാണ്. ഓക്കെ അല്ലേ. ഇത് ഏത് എററാന്ന് നമ്മൾ പറയാം, നമുക്ക് ഓരോന്നും എടുത്ത് എഴുതാം. എറർ ഓഫ് കമ്മീഷനാണ്. ഏതാ? എറർ ഓഫ് കമ്മീഷൻ. ക്ലിയർ? എന്താ ഉണ്ടായുള്ളത്? സെയിൽ ഓഫ് ഗുഡ്സ് ടു രാജാറാം അത് പാസ്ഡ് ത്രൂ ദ പർച്ചേസ് ബുക്കിലൂടെയാണ് എന്ത് ചെയ്തത്. ശരിക്കും സെയിൽ നടന്നത് എന്തായിട്ട് എടുത്തു? പർച്ചേസ് ആയിട്ട് ട്രീറ്റ് ചെയ്തു. ഓക്കെ അല്ല. അപ്പോൾ രാജാറാം അക്കൗണ്ട് അപ് ടു പർച്ചേസ് ടു സെയിൽസ് എന്നാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇത് നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്താണ്, എങ്കിലും നമ്മൾ പറയാണ്. ഇവിടെ സെയിൽസ് നടന്നത് രാജാറാമിനാണ്. അപ്പോൾ ജേണൽ എൻട്രി എന്താണ്? നിങ്ങൾ എഴുതി വെക്കാം. കറക്റ്റ് എൻട്രി രാജാറാം അക്കൗണ്ട് അപ് ടു സെയിൽസ് ആണ്. നമ്പർ 1. നമ്പർ 2 പറയുന്നത് ഇവർ തെറ്റായിട്ട് പർച്ചേസ് ബുക്കിൽ ട്രീറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു എൻട്രി അവർ എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ എൻട്രി എഴുതലല്ല, പർച്ചേസ് ബുക്കിൽ ട്രീറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ ആ എൻട്രിയുടെ ഇമ്പാക്റ്റ് ഉണ്ടാവും. ആ എൻട്രി എന്താവും? റോങ് ആയിട്ട് അവർ ട്രീറ്റ് ചെയ്ത എൻട്രി പർച്ചേസ് അക്കൗണ്ട് അപ് ടു രാജാറാം. എത്ര എമൗണ്ട്? 2500. 3ാമത്തെ എൻട്രി ടു ക്യാൻസൽ ദ എബോ എൻട്രി. തെറ്റായിട്ട് പർച്ചേസ് ഇവിടെ നടന്നിട്ടേ ഇല്ല. ആ എൻട്രി ആയ പർച്ചേസ് ടു രാജാറാമിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി 3ാമത്തെ എൻട്രി നിങ്ങൾ എഴുതൂ, രാജാറാം അക്കൗണ്ട് അപ് ടു പർച്ചേസ്. രാജാറാം അക്കൗണ്ട് അപ് ടു പർച്ചേസ് 2500 കറക്റ്റ്. 4ാമത്തത് കറക്റ്റുള്ള എൻട്രി ഏതാണ്? നമ്മുടെ ഈ രാജാറാമിന് വിറ്റപ്പോൾ രാജാറാം അക്കൗണ്ട് അപ് ടു സെയിൽസ്. അത് എഴുതിക്കോളൂ, രാജാറാം അക്കൗണ്ട് അപ് ടു സെയിൽസ്. ഓക്കെ, ഇനി നിങ്ങൾ എഴുതിയ അവസാനത്തെ 2 എൻട്രി ഒന്ന് ഏതായിരുന്നു? രാജാറാം അക്കൗണ്ട് അപ് ടു പർച്ചേസ്. റോങ് ആയിട്ട് പർച്ചേസിലും രാജാറാമിലും ഉണ്ടായത് ഇമ്പാക്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി എഴുതിയ എൻട്രി. പിന്നെ ശരിക്കും സെയിൽസായി റെക്കോർഡ് ചെയ്യേണ്ട രാജാറാം അക്കൗണ്ട് അപ് ടു സെയിൽസ്. ഈ 2 എൻട്രിയെയും കൺസോളിഡേറ്റ് ചെയ്തുള്ള എൻട്രിയാണ് രാജാറാം അക്കൗണ്ട് അപ് ടു പർച്ചേസ് ടു സെയിൽസ്. തേർഡ് കേസ് നോക്കാം. സാലറി ₹800 പെയ്ഡ് ടു ഹരി വാസ് ഡെബിറ്റഡ് ടു ഹിസ് പേഴ്സണൽ അക്കൗണ്ട്. ഇത് എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണ്. നോട്ട് ചെയ്ത് വെച്ചോളൂ. ചില കുട്ടികൾക്കുള്ളൊരു ധാരണയുണ്ട്, മിഷനറി പർച്ചേസ് ചെയ്തു, അത് പർച്ചേസായിട്ട് ട്രീറ്റ് ചെയ്തു. ഗുഡ്സ് സെയിൽ ചെയ്തപ്പോൾ സെയിൽസ് മിഷനറിയാണ് സെയിൽ ചെയ്തത്, പക്ഷേ സെയിൽസ് ആയിട്ട്. ഇത് മാത്രമേ ഉള്ളൂ പ്രിൻസിപ്പിൾ എന്ന് വിചാരിക്കരുത്. ഇവിടെ ശരിക്കും നോക്കൂ, ഒരു റവന്യൂ എക്സ്പെൻസ് ആണ് സാലറി, പക്ഷേ അത് എന്തായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്? പേഴ്സണൽ അക്കൗണ്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് തെറ്റാണ്. ഓക്കെ, ഇതിൽ കൃത്യമായി പറഞ്ഞാൽ സാലറി കൊടുത്താൽ കറക്റ്റ് എൻട്രി എന്താ? ഹരിക്ക് സാലറി കൊടുക്കുക. ഹരിക്കാണെങ്കിലും കോയക്കാണെങ്കിലും മൊയ്തീനാണെങ്കിലും ജോസഫിനാണെങ്കിലും സാലറി കൊടുത്താൽ സാലറി അക്കൗണ്ട് അപ് ടു ക്യാഷ് എന്ന് എഴുതി.
എഴുതേണ്ടത് അങ്ങനെയാണ് കറക്റ്റ്. പക്ഷെ ഇവർ തെറ്റായിട്ട് എഴുതിയ എന്താ, ഹരി അക്കൗണ്ട് അപ്റ്റഡ് ടു ക്യാഷ്, തെറ്റല്ലേ? അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാൻ എന്ത് എഴുതണം, സാലറി അക്കൗണ്ട് അപ്റ്റഡ് ടു ഹരി എഴുതണം. പർച്ചേസ് ബുക്ക് വാസ് അണ്ടർകാസ്റ്റഡ് ബൈ 200. ഇതേതാണ് ഈ അണ്ടർകാസ്റ്റ് ഓവർകാസ്റ്റ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാം, എറർ ഓഫ് കമ്മീഷനാണ്. പർച്ചേസ് ബുക്ക് 200 രൂപ കുറച്ച് എന്ന് പറയുമ്പോൾ പർച്ചേസ് എക്സ്പെൻസ് ആണ്, എക്സ്പെൻസിന് ഡെബിറ്റ് ബാലൻസ് ആണ്, അത് കുറച്ച് കാണിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇനിയും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആ പർച്ചേസിൽ ഡെബിറ്റ് ചെയ്യണം, കൂട്ടേണ്ടി വരും. പർച്ചേസിൽ 200 കുറവാണ്, അപ്പോൾ പർച്ചേസിന് ഇനിയും ഡെബിറ്റ് ചെയ്യണം. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് എഴുതാം. ക്രെഡിറ്റ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് ഏതാവും, സസ്പെൻസ് അക്കൗണ്ട് ആവും. ദെൻ അടുത്ത് 2000 പെയ്ഡ് ഫോർ ദ പർച്ചേസ് ഓഫ് ന്യൂ ഓഫീസ് ഫർണിച്ചർ. പർച്ചേസ് ചെയ്യാൻ വേണ്ടി 2000 കൊടുത്തു, അത് ഓഫീസ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്തു. ഫർണിച്ചർ മേടിച്ച കറക്റ്റ് എൻട്രി ഫർണിച്ചർ അക്കൗണ്ട് അപ്റ്റഡ് ടു ക്യാഷ് എന്നാണ്. ഇവർ തെറ്റായിട്ട് ഓഫീസ് എക്സ്പെൻസ് അക്കൗണ്ട് അപ്റ്റഡ് ടു ക്യാഷ് എഴുതി. കറക്റ്റ് എൻട്രി എന്താ, ഫർണിച്ചർ അല്ല, റെക്ടിഫൈ ചെയ്യുന്ന എൻട്രി എന്താ, ഫർണിച്ചർ അക്കൗണ്ട് അപ്റ്റഡ് ടു ഓഫീസ് എക്സ്പെൻസ്. ഇത് ഏതാണ്, എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണ്. കറക്റ്റ് എൻട്രി ഫർണിച്ചർ അക്കൗണ്ട് അപ്റ്റഡ് ടു ഓഫീസ് എക്സ്പെൻസ്. ആറാമത്തെ കേസ് നോക്കാം. വേജസ് പെയ്ഡ് 1000 വാസ് നോട്ട് റെക്കോർഡഡ് ഇൻ ദി വേജസ് അക്കൗണ്ട്. വേജസ് അക്കൗണ്ടിൽ എന്ത് ചെയ്തിട്ടില്ല, അത് റെക്കോർഡ് ചെയ്തിട്ടില്ല. ഓക്കെ അല്ലേ? വേജസ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യില്ല എന്ന് മീൻസ് എന്താ, വേജസ് അക്കൗണ്ടിൽ ഇത് പോസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ്. ശരിക്കും ജേണൽ വേജസ് അക്കൗണ്ട് അപ്റ്റഡ് ടു ക്യാഷ് ആണ്. എത്രയാണ് എമൗണ്ട്, 1000 എഴുതിയിട്ടുണ്ടാവും. ക്യാഷ് അക്കൗണ്ടിൽ ബൈ വേജസ് എഴുതിയിട്ടുണ്ട്. വേജസ് അക്കൗണ്ടിൽ എന്ത് എഴുതിയിട്ടില്ല, ടു ക്യാഷ് എഴുതിയിട്ടില്ല. അപ്പോൾ നമ്മൾ വേജസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സസ്പെൻസ് എഴുതണം. ഇത് എറർ ഓഫ് ഒമിഷൻ ആണ്, പാർഷ്യൽ ഒമിഷൻ ആണ്. ഏതാണ്, പാർഷ്യൽ ഒമിഷൻ ആണ്. ശ്രദ്ധിക്കണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. PQ6. ഫോളോയിങ് വർ നോട്ടീസ്ഡ് ഇൻ ദി ബുക്സ് ഓഫ് മിസ്റ്റർ പ്രേം. വേജസ് പെയ്ഡ് 3000 ടു ഗണേഷ് വാസ് ഡെബിറ്റഡ് ടു ഹിസ് പേഴ്സണൽ അക്കൗണ്ട്. അപ്പോൾ ഇവിടെ എയും ബിയും പറയുന്നുണ്ട്. എ, ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് എറർ ആൻഡ് റെക്ടിഫൈ ദം. പിന്നെ ബി പറയുന്നത് നെയിം ദ ടെമ്പററി ലെഡ്ജർ അക്കൗണ്ട് ഓപ്പൺ ഫോർ പുട്ടിംഗ് ദ ഡിഫറൻസ് ഇൻ ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് ടാലി ആവാതെ വരുമ്പോൾ താൽക്കാലികമായി ആ ഡിഫറൻസ് നമ്മൾ പുട്ട് ചെയ്യുന്ന അക്കൗണ്ടിൻ്റെ പേര് സസ്പെൻസ് അക്കൗണ്ട് എന്നാണ്. ഏതാണ്, സസ്പെൻസ് അക്കൗണ്ട്. ഓക്കെ, ഇവിടെ പറയുന്നത് ഏത് തരത്തിലുള്ള എററാണ്. വേജസ് 3000 രൂപ പേയ്മെൻറ്റ് നടത്തി ഗണേഷിന് അയാളുടെ പേഴ്സണൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തപ്പോൾ എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണ്. റെക്ടിഫൈ ചെയ്യുന്ന എൻട്രി എന്താവും, കറക്റ്റ് എൻട്രി വേജസ് അക്കൗണ്ട് അപ്റ്റഡ് ടു ക്യാഷ് ആണ്. റോങ് എൻട്രി ഗണേഷ് അക്കൗണ്ട് അപ്റ്റഡ് ടു ക്യാഷ് ആണ്. അപ്പോൾ റെക്ടിഫൈ ചെയ്യുന്ന എൻട്രി വേജസ് അക്കൗണ്ട് അപ്റ്റഡ് ടു ഗണേഷ്. അടുത്തത് വേജസ് പെയ്ഡ് ചെയ്ത ബിൽഡിങ്ങിന് വേണ്ടിയിട്ടാണ്, അത് വേജസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ ഇതും എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ എറർ ഓഫ് പ്രിൻസിപ്പിൾ. കറക്റ്റ് എൻട്രി എന്താ ഇവിടുത്തെ, ബിൽഡിംഗ് അക്കൗണ്ട് അപ്റ്റഡ് ടു ക്യാഷ്. റോങ് ആയിട്ട് വരെ എഴുതിയത് എന്താ, വേജസ് അക്കൗണ്ട് അപ്റ്റഡ് ടു ക്യാഷ്. അപ്പോൾ റെക്ടിഫൈ ചെയ്യുന്ന എൻട്രി ബിൽഡിംഗ് അക്കൗണ്ട് അപ്റ്റഡ് ടു വേജസ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇനി അവർ പറയുന്നത് എന്താ, സസ്പെൻസ് അക്കൗണ്ടിനെ കുറിച്ചാണ്. ടെമ്പററി ലെഡ്ജർ അക്കൗണ്ട് അഥവാ ഡിഫറൻസ് ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെമ്പററി ലെഡ്ജർ അക്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് പർച്ചേസ് ഡേ ബുക്ക് വാസ് അണ്ടർ കാസ്റ്റഡ് ബൈ 3000. അങ്ങനെ പറയുമ്പോൾ പർച്ചേസ് ഡേ ബുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അണ്ടർ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇവിടെ എയും ബിയും ഇവിടെയും പറയുന്നുണ്ട് ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് എറർ കമ്മിറ്റഡ് ഇൻ ദ എബോ ട്രാൻസാക്ഷൻ ആണ്. ഏതാണ്, അണ്ടർ കാസ്റ്റ് ഓവർ കാസ്റ്റ് ഒക്കെ വരുമ്പോൾ എറർ ഓഫ് കമ്മീഷൻ. 3000 രൂപ പർച്ചേസ് ഡേ ബുക്കിൽ അണ്ടർ കാസ്റ്റ് ചെയ്തിട്ടുണ്ടാണ്. 3000 രൂപ പർച്ചേസിൽ കുറവാണ്, അപ്പോൾ പർച്ചേസിന് ഇനി കൂട്ടണം. എക്സ്പെൻസിന് ഇൻക്രീസ് ചെയ്യിപ്പിക്കണമെങ്കിൽ ഡെബിറ്റ് ചെയ്യണം. ആ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു താൽക്കാലികമായി നമ്മൾ സസ്പെൻസ് അക്കൗണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യും. അടുത്ത് പറയുന്നത് വേജസ് പെയ്ഡ് 500 ഇൻ കണക്ഷൻ വിത്ത് പർച്ചേസ് ഓഫ് മിഷനറി ഹാസ് ബീൻ ഡെബിറ്റഡ് ടു വേജസ് അക്കൗണ്ട് ആണ്. ശരിക്കും എൻട്രി എന്തായിരുന്നു, ഇതേത് എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണ് നമുക്കറിയാം. 500 രൂപ മിഷനറി റിലേറ്റഡ് ആണ്. അപ്പോൾ എൻട്രി കറക്റ്റ് വേണ്ടത് മിഷനറി അക്കൗണ്ട് അപ്റ്റഡ് ടു വേജസ് ആണ്. ഇവർ തെറ്റായിട്ട് എവിടെ എഴുതിയിട്ടുണ്ട്, വേജസ് അക്കൗണ്ട് അപ്റ്റഡ് ടു ക്യാഷ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് എൻട്രി മിഷനറി അക്കൗണ്ട് അപ്റ്റഡ് ടു വേജസ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാറുള്ളത്, ഈ എററുമായി ബന്ധപ്പെട്ട ഭാഗത്ത് നിന്ന് നമ്മൾ 4 വീഡിയോളം എന്ത് ചെയ്തിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. ഒന്ന് ട്രയൽ ബാലൻസ് ആയിരുന്നു, പിന്നെ സെക്കൻഡ് പാർട്ട് 3 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ. അവിടെ നമ്മൾ എന്താണ് എററുകൾ എന്നുള്ളതിന് വളരെ ലളിതമായിട്ട് ചെറിയ രൂപത്തിൽ ചെറിയ നോട്ടൊക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ കൃത്യമായി എഴുതി പഠിച്ച് സെറ്റായതിനു ശേഷം മാത്രം പിന്നീടുള്ള തേർഡ് വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ 4 മാർക്കിൻ്റെ 7ഓളം ക്വസ്റ്റ്യൻ ചെയ്തു. ഇപ്പോൾ ഇവിടെ 5 മാർക്കിൻ്റെ 7ഓളം ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ടുകളോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഗ്രൂപ്പുകളിലും അതേപോലെ തന്നെ എൻ്റെ പേഴ്സണൽ നമ്പറിലൊക്കെ എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. എന്നിട്ട് നമുക്കത് കറക്റ്റ് ചെയ്യാം.